ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തതിനകത്ത് കാളി മീഡിയ എന്ന് പറയുന്നത് കാളിയുടെ ഗീറുവാണോ എന്ന് കൊടുത്തപ്പോൾ പലരും വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് അവമാനിക്കും. നിങ്ങളുടെ ദൈവത്തിന് ഞാൻ അവമാനിച്ചത്? നിങ്ങളുടെ ദൈവത്തിൻ്റെ പേര് കാളി മീഡിയ എന്നാണോ? കാളി മീഡിയ എന്ന ഒരു ചാനലിൽ കണ്ട ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നും എനിക്ക് കാളി മീഡിയയോട് തന്നെ പറയാനുള്ളത്, അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അയാളുടെ പേര് എനിക്കറിയത്തില്ല, ഇനിയിപ്പോൾ അറിയാൻ ആഗ്രഹമില്ല. കാളി മീഡിയ എന്നുള്ളതുകൊണ്ട് അവനെ ഞാൻ കാളി എന്ന് വിളിക്കും. നല്ല പേരാ, സൂപ്പർ പേരാ. അപ്പോൾ അത് പറയാം. മണ്ടത്തരം പറയുമ്പോഴത്തേക്കും അതൊരു തനത് ശൈലിയിൽ അവതരിപ്പിച്ച് ആളുകളെ കൊണ്ട് താൻ വലിയൊരു മണ്ടനാണെന്ന് സമ്മതിപ്പിക്കുന്ന ഒരു പ്രത്യേകതരം മണ്ടനായിട്ടാണ് എനിക്ക് അവനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവൻ വേടനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് സ്പീഡിലാണ് കേൾപ്പിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണരൂപം കേൾക്കണമെങ്കിൽ അവൻ്റെ ചാനലിൽ തന്നെ പോയി കേൾക്കേണ്ടി വരും. ഞാൻ കുറച്ച് കേൾപ്പിക്കാം. ആ പരിപാടി നിർത്തുക എന്നുള്ളതാണ് നീ ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം എന്നുള്ളത്. നീ തുടരുകയാണെങ്കിൽ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാമെന്നല്ലാതെ മറ്റു ജാതിക്കാർക്ക് അതുകൊണ്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നിന്റെ ജാതിക്കാർക്ക് നിന്നെ കൊണ്ട് പ്രത്യേകിച്ച് പോകുന്നുണ്ടാവില്ല. ഞാൻ റാപ്പ് ചെയ്ത് മുന്നോട്ട് പോകാറുണ്ട്. നീ കോടികൾ ലക്ഷങ്ങൾ സമ്പാദിക്കുമെന്നല്ലാതെ അവരൊന്നും നീ ദത്തെടുക്കാൻ അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുവരാനൊന്നും നീ ഇപ്പം എന്തെങ്കിലും ശ്രമിക്കില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. മോനെ, നിന്റെ അമ്മ ഒരു ശ്രീലങ്കക്കാരിയാണ്. ആ ശ്രീലങ്കയിൽ നിന്നും വന്നൊരമ്മ, ജാഫ്ന എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അടിച്ചോടിക്കപ്പെട്ട അമ്മ, അങ്ങനെ വേണം പറയാൻ. നീ അങ്ങനെയാണ് പാട്ടിലൂടെ പറയുന്നത്. അങ്ങനെയുള്ള അമ്മ ഒരു വ്യക്തിയെ അങ്ങോട്ട് ഇടിച്ച് താക്കാൻ അവൻ്റെ പാസ്റ്റ് എടുത്ത്, അല്ലെങ്കിൽ അവൻ്റെ അമ്മയുടെ പാസ്റ്റ് എടുത്ത് അതങ്ങ് വളരെ കലാപരമായിട്ട് പറഞ്ഞ് അവനെ അങ്ങ് ഡൗൺ ആക്കി അങ്ങ് മോശക്കെടുത്തി പറയുമ്പോൾ കിട്ടുന്നൊരു പ്രത്യേകതരം സുഖമുണ്ടല്ലോ, അത് അവൻ അങ്ങ് നല്ലപോലെ അനുഭവിക്കുന്നുണ്ട്. അത് മനസ്സിലായി. നിൻ്റെ അമ്മയും അച്ഛനും കൃത്യമായിട്ട് ആരാണെന്നൊക്കെ നിനക്ക് കറക്റ്റായിട്ട് ഓർമ്മയുണ്ടോ? അല്ല, അറിയുമെന്നറിയണം. ആ അച്ഛൻ്റെ അമ്മ, അമ്മേൻ്റെ അമ്മ, അങ്ങനെ എന്തെങ്കിലും നിനക്ക് വല്ല ബോധമുണ്ടോ? എന്തായാലും ഞാൻ നിൻ്റെ കാസ്റ്റ് ഏതാണെന്നൊന്നും ചോദിക്കാൻ വരുന്നില്ല. എനിക്കതിന് താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ജാതീയ വർഗീയ വിഭാഗീയതയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ പോരടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ശത്രുത അവരോടുള്ളതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾ, ഞാനത് ഒരുപാട് കേൾപ്പിക്കുന്നത്, നിങ്ങൾ അവിടെ പോയി കേട്ടാൽ മതി. ഞാൻ കുറേ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ കാലഘട്ടത്തിൽ ഇവിടെ ജാതീയത ഇല്ല. ചുമ്മാ പറയണമെന്നാണ് പറയണേ. പിന്നെ കലാഭവൻ മണിയും പിന്നെ വേടനും വളരെ നന്നായിട്ട് കഴിവുകൾ കൊണ്ട് മുന്നോട്ട് വന്നു. അതെന്താടാ ഒരു രണ്ടുപേരും തമ്മിലൊരു പ്രാസം ഒപ്പിച്ച് നീ താലി ചെയ്യുന്ന? അവിടെ ഉണ്ടല്ലോ ജാതി. നിനക്ക് വേറെ ആരെയും കണ്ടില്ല. ഇപ്പം ശ്രീകുമാറുണ്ട്, വേറെ ഒത്തിരി പേര് മ്യൂസിക്കലായിട്ട് വന്ന ഒരുപാട് പേര്. നീ എന്താ അവരെയൊന്നും ഹൈലൈറ്റ് ചെയ്യാത്ത? ജാസി ഗിഫ്റ്റ് ഉൾപ്പെടെ കുത്തിയിരുന്നു കൊണ്ട് ഇവനെ കളിയാക്കുന്നുണ്ടെങ്കിൽ അവൻ ഏബിളാണ്. അവൻ്റെ മ്യൂസിക് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. ദാറ്റ് ലിറിക്സ്, ഒരു കാര്യം അറിയോ, ഞാൻ മിക്കവാറും കേൾക്കുന്ന ചില പ്രാന്ത് പാട്ടുകളാണ്. ഒരു മ്യൂസിക് സെൻസും ഉണ്ടാവത്തില്ല, പക്ഷെ ഞാനതിരുന്ന് കേൾക്കും. കാരണം ആ ലിറിക്സ് അത് ആപ്റ്റ് സാധനം, നെഞ്ചി കൊള്ളുന്ന സാധനം, അത് കേൾക്കാൻ തോന്നും. പിന്നെ വേടൻ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച് അവിടെ കൂടുന്ന ജനങ്ങളിലുണ്ട് വേടന് എത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ടെന്ന്. ഇവൻ അതേപോലെ പറയുന്നുണ്ട്, പറയുന്നുണ്ട് വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടുന്നത് മറ്റു മതക്കാരിൽ നിന്നാണെന്നാണ്. ഓഫ്കോഴ്സ് നമ്മുടെ കൺമുന്നിൽ ഒരു ദുഷ്പ്രവൃത്തി കാണുകയാണ്, അത് നമ്മളെ കൊണ്ട് നീക്കാൻ പറ്റുന്നില്ല. പല മീഡിയക്കാരും കൂടുതൽ റീച്ചിലേക്ക് പോകുന്ന കാര്യം അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, പറയുന്നവരാരാണോ അവരൊക്കൊപ്പം നിൽക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്ന റീച്ച്. വേടനത് പറയുന്നുണ്ട്, വളരെ കാര്യക്ഷമതയോടുകൂടി കാര്യപ്രാപ്തിയോടുകൂടി പറയുന്നുണ്ട്. അനുഭവങ്ങളിൽ കൂടെ പറയുന്ന വാക്കുകൾക്ക് മൂർച്ചയേറും, വളരെ മൂർച്ചയേറും. അതേ പിന്നെ അയ്യങ്കാളിയെ പറ്റി പറയുന്നുണ്ട്, നിന്റെ പേരിലുണ്ട് ഒരു കാളി, അതുകൊണ്ട് അയ്യങ്കാളി. അപ്പോൾ അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്. അതൊക്കെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പണ്ടത്തെ കാലഘട്ടങ്ങളിൽ എന്തൊക്കെ നടന്നു എന്നറിയാൻ ഹിസ്റ്ററി പഠിക്കുന്ന, എന്തൊക്കെ നടന്നു, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മോൾഡ് ചെയ്ത് എവിടം വരെ എത്തി എന്നറിയാനൊക്കെ ശ്രമിക്കുന്നവർക്ക് വേടൻ വലിയൊരു തിരിച്ചറിവാണ്. വേടൻ പറയുന്ന കാര്യങ്ങളുണ്ട്, ആ ഡെപ്തിൽ അവനത് അവതരിപ്പിക്കുന്നുണ്ട്. സല്യൂട്ട് ടു ഹിം. അതിനകത്ത് തർക്കമേ ഇല്ല. അസൂയ പെരുത്ത് മൂത്ത് നല്ലോലെ വേദനിച്ചിട്ടാണ് നീ അവനുണ്ടാക്കുന്ന കോടിക്കണക്കിന് പൈസയുടെ കാര്യം പറയുന്നത്. കോടിക്കണക്കിന് വരുമാനമുള്ളവൻ എന്തിനടാ പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് കിടക്കണേ? ആ കോടി വരുമാനം കൊണ്ടൊരു മൂല ഇരുന്നാൽ പോരെ? അവൻ പറയുന്ന ആ സോങ്ങിൽ അത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള വ്യക്തതയും ആ മ്യൂസിക് ഇഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ലിറിക്സ് താല്പര്യപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും രചിക്കുകയാണ് പുള്ളിക്കാരൻ. അത് കേൾക്കുന്നവർക്കൊക്കെ തന്നെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന് അക്സെപ്റ്റൻസ് ഉണ്ട്. കിട്ടിയ പൈസയും കൊണ്ട് മൂലയ്ക്കിരിക്കാതെ വീണ്ടും സോഷ്യൽ സർവീസ് എന്ന രീതിയിൽ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന എന്തിനാണ്? താനൊരു ഇൻഫ്ലുവൻസർ ആണ് എന്ന പൂർണ്ണ ബോധ്യമുള്ള വേടൻ വീണ്ടും വീണ്ടും പറയുകയാണ്, യെസ് കുട്ടികളെ, നിങ്ങൾ എന്നെ നോക്കി ഇതൊന്നും പഠിക്കരുത്. അതായത് ഡ്രഗ് കഴിച്ചതിനെ പറ്റി, അങ്ങനെ ഉപയോഗിച്ചതിനെ പറ്റി, അങ്ങനെ എന്തെങ്കിലും നിൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അമ്മയുടെ മിസ്റ്റേക്ക് ഐ എം സോറി എന്ന് പറയുന്ന ആ ക്യാരക്ടർ അത്ര ഗ്രേറ്റ് ആണെന്ന് പറയുന്നത് വേടനെ പറ്റി തോന്നിയാസായിരുന്നുണ്ട് പറയുന്നത്. ശരി, ജാതി ഇല്ല എന്നവൻ പറയണം. ന്യൂസ് പേപ്പർ എടുത്ത് നോക്കടാ, ജാതി ഉണ്ടോ ഇല്ലയോ നിനക്കറിയാല്ല.
ഇതെല്ലാം പോട്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മളൊരു കഴകക്കാരൻ്റെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കഴകക്കാരന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ നടക്കുന്ന, എനിക്കൊന്ന് കഴിഞ്ഞ ഒരു മാസം മുമ്പ് നടന്ന ഇഷ്യൂസ് ആണെന്നാണ് തോന്നുന്നത്. കറക്റ്റ് എനിക്ക് അതിൻ്റെ ഒരു ഡേറ്റ് ഓർമ്മയില്ല, ബട്ട് ഓൾമോസ്റ്റ് നടന്ന ഒരു കാര്യമാണ്. പേര് കൂടൽമാണിക്യം ക്ഷേത്രം, പേര് മറന്നു. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടന്ന കഴകക്കാരൻ്റെ പോസ്റ്റ് എന്തായിരുന്നു അത്? നീ ജസ്റ്റ് നെറ്റിലൊന്ന് അടിച്ചു നോക്ക്, കൂടൽമാണിക്യം ക്ഷേത്രം എന്താണെന്ന്. അതിനകത്തുള്ള ആ കോൺട്രവേഴ്സി വരും. എന്താ പ്രശ്നം എന്ന് നിനക്കറിയാമോ? ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച അച്ഛനും അമ്മയും ഈഴവരായ ആ മകൻ ഈഴവനായ MA വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരുത്തനിക്ക് മാല കെട്ടാനും വിളക്ക് തൂക്കാൻ കഴകക്കാരനാകാനുള്ള പൊസിഷനിലേക്ക് ഫസ്റ്റ് റാങ്കോടുകൂടി റിക്രൂട്ട്മെൻ്റായി. പക്ഷെ അവനവിടെ പൊസിഷനിൽ ഇരുത്താൻ സമ്മതിക്കില്ല. അത് മുസ്ലിങ്ങളല്ല, അത് മറ്റുള്ളവരുമല്ല, അവിടെയുള്ള ഉന്നത കുല ജ്യേഷ്ഠന്മാരാണ്. എന്ന് വെച്ചാൽ ഉന്നത കുല ജന്തുക്കൾ ഇത് അംഗീകരിക്കില്ല. വേറെ ആരുമില്ല, ഈഴവ കമ്മ്യൂണിറ്റിയുടെ കാരണം. OBC മാത്രമാണ്, ഷെഡ്യൂളും അല്ല. OBC ലെവലിലുള്ള ഒരാളെ പോലും അവിടെ ആക്കില്ല എന്ന് പറയുമ്പം കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ നടന്ന ഒരൊറ്റ കാര്യം മതി. നിങ്ങൾ നിർബന്ധിച്ചോ, ഇനി അവന് സ്വയം തോന്നിയോ, വലിയൊരു കോൺട്രവേഴ്സിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടോ പുള്ളിക്കാരെ രാജിവെച്ച് അത് ഉപേക്ഷിച്ച് മാറി നിന്നു. അടുത്ത സെക്കൻഡ് ചാൻസിൽ മറ്റൊരുത്തൻ വന്നു, സെയിം ഈഴവ കമ്മ്യൂണിറ്റിയില്ല, കഴകക്കാരനാകാൻ അവനും സമ്മതിക്കൂല. അതവിടെ ഹോൾഡ് ചെയ്ത് വെക്കുക. കാരണം പ്രതിസന്ധിയിലാകുന്നത് പിന്നെ ഇത് ഗവൺമെൻറ് അല്ലാത്ത പ്രശ്നം ഒക്കെ. എന്നിട്ട് ഇപ്പം പറയണു നമ്മൾ 2025 ഇവിടെ എന്ത് പ്രശ്നമാടാ, നീ എന്ത് പ്രശ്നമാടാ കണ്ടേ എന്ന് ചോദിക്കുക. 2025 ഒരു ക്ഷേത്രത്തിലേക്ക് ജോലിക്ക് വേണ്ടി, അതും മാല കെട്ടാൻ MA കാരനെ അന്വേഷിക്കുകയാണ്. ആ MA കാരൻ മാല കെട്ട് ജോലി എങ്കിൽ മാല കെട്ട് ജോലി പില്ല് അത് കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു, പഠിച്ച് റാങ്കിൽ ഫസ്റ്റ് റാങ്ക് വരുന്നു. ഈ സവർണ പിന്നെ ഈ സംവരണമോ അവർണ സംവരണമോ ഇതും കൊണ്ടുവന്നു. അപ്പം അവർണരെന്നല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല നമുക്ക് സംവരണം വേണ്ടത്. അല്ലാതെ കിട്ടിയ സംവരണത്തിന് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാമ്പത്തിക അടിസ്ഥാനത്തിൽ സംവരണം വരണമെന്ന് പറയുന്ന മട്ടയന്മാർ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് സത്യ. എന്നിട്ട് ഈ സവർണന്മാർ വന്നിട്ട് എന്തായി? മറ്റേ ജാതി വ്യവസ്ഥയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അത്ര പോലും ഇത് ഇവർക്ക് കിട്ടുന്നില്ല. റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും പിന്നോക്കത്തിലാണ് അവരുള്ളത്. ഈ പിന്നോക്ക വിഭാഗത്തിലുള്ളവരൊക്കെ ഏറ്റവും മുന്നോക്കത്തിലാണ്. മണ്ടേ മസാല പോലും ഇല്ല. ജാതിയുടെ ബേസിൽ മാത്രം തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പൊസിഷൻ ആണ് ഈ സവർണൻ എന്ന ഒരു പൊസിഷൻ. അതിവിടെ ഇല്ല എന്ന് പറയാൻ ഈ മന്ത്രി രാധാകൃഷ്ണന് സംഭവിച്ച എന്തായിരുന്നടാ? ജാതി വ്യവസ്ഥയുടെ മറ്റേ ഘട്ടത്തിലല്ലേ അതുണ്ടായത്? അത് ഞാൻ പറയാതെ അറിഞ്ഞൂടെ? നായർ സദ്യ കഴിക്കാമെന്ന് കൃഷ്ണകുമാറിൻ്റെ മകള് പറഞ്ഞു. രാധാകൃഷ്ണൻ, നിങ്ങൾക്കറിയാം, മന്ത്രി രാധാകൃഷ്ണൻ ഒരു വിളക്ക് കത്തിച്ചു എന്ന് പറഞ്ഞ് നമ്പൂരീശാൻ പറഞ്ഞ് മറ്റത്തില്ല എന്ന്. ജാതി വ്യവസ്ഥ ഉള്ളത് കൊണ്ട് തന്നെയാണോ അത്? ഇനിയിപ്പോൾ പുതിയ കുന്തം കൊണ്ട് വരരുത്. നമ്പൂരിശന്മാരാണ് അവിടെ എന്താ നമ്പൂരി കത്തിച്ചാലേ ദൈവത്തിന് വിളക്കാവൂ? ജാതി വ്യവസ്ഥ ഉള്ളതുകൊണ്ടല്ലേ നമ്പൂരീശാൻ കത്തിക്കുന്നത്. അയാൾ മനുഷ്യൻ തന്നെയല്ലേ? നിങ്ങളുടെ ഗ്രൂപ്പിൽ ജാതി വ്യവസ്ഥ ഉള്ളത് കൊണ്ടല്ലേ കണ്ടറ് മണ്ടറ് അവിടെ ഉണ്ടാക്കിയാലേ ഒക്കൂളാം. ആദിവാസികളുടെ ക്ഷേത്രം അവിടെ കണ്ടറ് മണ്ടറേ പറ്റൂളാം, വേറെ ആരെയും ഒക്കൂലേ? ഇല്ല എന്ന് കളവ് പറയല്ലേടാ കാളി. കളവാണ് നീ പറയുന്നത്. അത് കൃത്യമായിട്ടുണ്ട്, അത് ബോധ്യപ്പെട്ടത് വേടനെ. എങ്ങനെ ബോധ്യപ്പെട്ടു? അനുഭവത്തിലൂടെ. അങ്ങനെ ജീവിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മുടെ നാട്ടിൽ. പ്രത്യേകിച്ച് വിവേകാനന്ദൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ കാട് കയറ്റമായി പോകും. ഒന്നുകിൽ വായിക്കുക, അല്ലെങ്കിൽ അത്യാവശ്യം വാർത്തകളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഇതുപോലത്തെ മണ്ടത്തരം പറയാൻ തോന്നത്തില്ല. അടുത്ത ചുമരത്തെങ്കിലും എനിക്ക് ബ്രാഹ്മണനായി ഉണ്ടാക്കി തള്ളിയാൽ മതിയെന്ന്. അതെന്താടാ? ഇയാൾ സാധാരണ ഒരു മനുഷ്യനാണ്. ഇവിടെ ജാതി വ്യവസ്ഥയില്ലെങ്കിൽ അയാൾ എന്തിനാടാ ബ്രാഹ്മണനാവുന്നേ? ഈ നാട്ടിൽ ജാതി വ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണോടാ സുരേഷ് ഗോപി പറഞ്ഞ അടുത്ത ജന്മത്തിൽ ഞാൻ എൻ്റെ അച്ഛനെ മാറ്റി ഞാൻ ബ്രാഹ്മണനെ അവിടെ കെട്ടിയിരുത്തുന്നു പറഞ്ഞോ? ആ ജാതി വ്യവസ്ഥ ഇല്ലായിട്ടാണോ? നിനക്ക് നല്ല കുത്തലാണ് ആ ചെറുക്കനെ കാണുമ്പോൾ. അവൻ പറഞ്ഞതാണ് കറക്റ്റ്. ആർപ്പ് വിളിച്ച് അറുമതിച്ച് ആളുകൾ കൂടെ നിൽക്കുന്നു. പിന്നെ നിനക്ക് നൊന്തത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി. പാലസ്തീൻ വിഷയത്തിലാണ്. നോവൂല്ലോ, സ്വാഭാവികമല്ലേ? അടിച്ചമർത്തപ്പെടുന്നവരെയും ഉപദ്രവിക്കപ്പെടുന്നവരെയും അപരവൽക്കരിക്കപ്പെടുന്നവർക്കും ഒപ്പം ബോധമുള്ളവർ നിൽക്കും. ആ ബോധം വേടനുണ്ട്, നിനക്ക് അതില്ല. നിന്റെ ഉള്ളിലുണ്ട് ജാതീയ വെറി. അത് നിന്റെ പല ക്യാരക്ടറിലും ഉണ്ട്. അതാ വേണ്ട എന്ന് വെച്ച് നീക്കി നിർത്തിയപ്പോൾ നീ വീണ്ടും അതിലേക്ക് വന്ന് ചാടുന്നത് കൊണ്ടാണ്. ഞാൻ വളരെ ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ.
നിനക്ക് ഭയങ്കര താല്പര്യമാണെങ്കിൽ ജാതി ഉണ്ടോ, ജാതി വ്യവസ്ഥ ഇവിടെ എന്താണ് തന്നത്, എന്താണ് ജാതീയ വ്യത്യാസം, എന്തുകൊണ്ട് അതിനെതിർക്കുന്നു, ആരെതിർക്കുന്നു, ആര് സപ്പോർട്ട് ചെയ്തു എന്നുള്ള കൃത്യമായ ഡോക്യുമെന്റ്സ് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാമിനോട് ശത്രുത? ഇന്നാട്ടിലെ മനുഷ്യർ ജാതീയ വിഭാഗീയത കൊണ്ട് താങ്ങാൻ പറ്റാണ്ട്, ശല്യം പൊറുക്കാണ്ട് മതം വിട്ട് മറ്റൊരു മതത്തിലേക്ക് പോയതാണ്. ആരുടെ കെടുകാര്യസ്ഥത? ആർക്ക് പ്രശ്നം? മുറുമുറു. ആഹാ, ആണോ? നമ്മുടെ നിയമമന്ത്രി ആരാ? പക്ഷെ അദ്ദേഹം ഷെഡ്യൂൾ കാസ്റ്റ് ആയിരുന്നു. എന്തുകൊണ്ട് ആ കാസ്റ്റിൽ തന്നെ തുടർന്നില്ല? എനിക്ക് വേണ്ട, ഞാൻ ഹിന്ദുവായി ജനിച്ചത് എൻ്റെ കുറ്റമല്ല, പക്ഷെ ഞാനൊരു ഹിന്ദുവായി മരിക്കുന്ന എൻ്റെ കുറ്റമാണ്. അതുകൊണ്ട് ദാ കിടക്കണ നിന്റെ ജാതിയും ദാ നടക്കുന്ന നിന്റെ എന്നിടത്ത് തൂക്കിക്കളഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെയും ഉണ്ട്. അതിനകത്ത് ബ്രാഹ്മണന്മാരും ഉണ്ട്, ബോധമുള്ള ബ്രാഹ്മണന്മാർ. ഈ ജാതീയ വ്യത്യാസം പാടില്ലെന്നും ഞങ്ങളും മനുഷ്യർ അവരും മനുഷ്യരെന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്ന അംബേദ്കർ മതം മാറി മറ്റൊരു മതം, അത് ബുദ്ധമതം സ്വീകരിക്കാൻ വേണ്ടി അത്ര മനുഷ്യർക്കൊപ്പം പോയിട്ട് മരണത്തിന് 3-4 മാസം മുമ്പ് അത് ചെയ്തില്ലേ? എന്തുകൊണ്ട് ചെയ്തു? ജാതീയതയുടെ വെറി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ്. ലോകം ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി നോക്കുന്ന, അല്ലെങ്കിൽ അസൂയയോടുകൂടി നോക്കുന്ന ഒരു ഭരണഘടനയാണ് നമുക്കുള്ളത്. അസൂയയോട് നോക്കാനുള്ള ഭരണഘടനയിലുള്ള ഏറ്റവും ലൂപ്പോൾ, ഏറ്റവും മോശപ്പെട്ടൊരു ഭാഗം എന്താണെന്നറിയാമോ? ജാതി അധിക്ഷേപത്തിന് കേസെടുക്കാം, ജാതി അധിക്ഷേപം പാടില്ല എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഒരു ഭയങ്കര സംഭവമല്ല, നമ്മളുടെ ഏറ്റവും മോശപ്പെട്ട ഒരു വശമാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ജാതി അധിക്ഷേപം ഉണ്ട്, അതുകൊണ്ടാണ് അതിനെതിരെ ഒരു നിയമമുള്ളത്. അങ്ങനെ ഒരു നിയമം എന്തുകൊണ്ട് വന്നു? ഇവിടെ സ്ത്രീകൾക്ക് പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നു, സ്ത്രീകൾക്ക് സംവരണം വരുന്നു, പെണ്ണുങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു, നമുക്ക് ഫ്രീ കിട്ടുന്നു, നമ്മളെ സംവരിക്കുന്നു. അല്ല, സ്ത്രീകൾ അബലകളാണ്, ചബലകളാണ്, തബലകളാണ് എന്നൊരു ധ്വനി അതിനകത്തുണ്ട്. സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്ന ഒരാളും ഫ്രീ ചോദിക്കൂല. സംവരണം നമ്മളിൽ നിന്ന് എടുത്തു കളയണോ അന്ന് സമത്വം വന്നു എന്നാണ് അർത്ഥം. അതേപോലെ ഈ നിയമം ഇവിടെ വേണ്ട എന്ന് വെക്കുന്നിടത്ത് ഇവിടെ ജാതീയതയില്ല. പറയേണ്ട ഇത് മതി. SC/ST കാറ്റഗറി ഒഴിച്ച് ബാക്കി എല്ലാവരെയും ഞങ്ങൾ എടുക്കും. വേറെ മതം പ്രശ്നമില്ല. SC/ST പറ്റൂല. അതെന്താടാ SC/STയും പറ്റാത്തത്? 2.5 വർഷം അയ്യങ്കാളിക്ക് സമരം ചെയ്യേണ്ടി വന്നു പഠനത്തിന്. അത് ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് വെക്കാം. ഈഴവ കമ്മ്യൂണിറ്റിക്ക് എന്താടാ പ്രശ്നം? അവരെ പറ്റത്തില്ലെന്ന് പറഞ്ഞു. TP മാധവൻ കയറി ഇറങ്ങി ബഹളം വെച്ചത് കൊണ്ട് അമ്പലത്തിലേക്ക് കയറാൻ പറ്റി. വർഷം ഏതെന്നറിയാം? 36. എത്ര കാലമായടാ? ജാതീയതയില്ലേ? 2025 ആയതുകൊണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല. 100 കൊല്ലം തികഞ്ഞിട്ടില്ല. 100 കൊല്ലം അങ്ങോട്ട് തികഞ്ഞിട്ടില്ല. അങ്ങ് തള്ളി അങ്ങോട്ട് മറിക്കുകയാണ്. മുറുമുറു എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇരിക്കുന്നത് കൊണ്ട് അതെന്തോ സൗജന്യം പോലെ. അതാണ് ജനാധിപത്യം. അത് മനസ്സിലാകുന്നില്ലേ? ഒരു ബോധവും ഇല്ലാതിരുന്നു കൊണ്ട് വേടനെ ഇൻസൾട്ട് ചെയ്യുകയും മോശം പറയുകയും ചെയ്യുന്നിടത്ത് നിന്റെ ഉള്ളിലുള്ള ആ വൃത്തി കിട്ടുന്ന ജാതീയ വെറി എവിടെയുണ്ട്? ആ ജാതി വ്യത്യാസ കീറൽ അതവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തം. നിനക്ക് മറുപടി തരാനാണെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞാൻ അത്രയിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും ഞാൻ പറഞ്ഞ കാര്യം ഒന്നൊന്ന് അന്വേഷിച്ച് നോക്ക് കേട്ടോ. ആ കഴകക്കാരനിക്ക് വേണ്ടിയിട്ട് അത് ഞാൻ ഒന്നും കൂടെ പേര് പറയാം. കൂടൽ മാണിക്യം ക്ഷേത്രം കഴകക്കാരൻ എന്നങ്ങോട്ട് അടിച്ചു നോക്കിയാൽ മതി. ഇതിനകത്ത് കുറേ അധികം പേരുടെ വിശേഷങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നിനക്ക് ദഹിക്കുമോ, എനിക്ക് മനസ്സിലാവുമല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ റാസിസ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു വൾഗർ സംഗതി നമുക്കിടയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പത്രം വായിക്കണം, 10 പേരോട് ചോദിക്കണം. ഹിസ്റ്ററിക്ക് പോകണമെങ്കിൽ പഴയ കാലങ്ങളെന്ന് പറയാം. പക്ഷെ പത്രം വായിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അതുണ്ടോ ഇല്ലെന്ന് അറിയാൻ അത്രയേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്. ഏതിനും മാറ്റി നിർത്തൽപ്പെടലും നീക്കപ്പെടലുകളും ഒക്കെ സ്ഥിരമായി നടക്കുന്ന ഒരു സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് ഇതൊന്നും ഇല്ലടാ, നിർത്തടാ, വേടാ എന്നൊക്കെ പറയുന്ന നിനക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വേടനെ വേട്ടയാടുന്നവരോടാണ് ഇത്ര ഗ്രാം കഞ്ചാവ് വെച്ചിരുന്നു എന്നുള്ളത്. അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. കഞ്ചാവ് വെക്കുന്നതോ അത് ഉപയോഗിക്കുന്നതോ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ വേട്ടയാടപ്പെടുകയാണ് വേടൻ എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനൊപ്പം നിന്നത്. രണ്ടാമത്തെ കാര്യം,
വെടക്കാക്കി തനിക്കാക്കുക എന്ന രാഷ്ട്രീയക്കാരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യം അതിനകത്തുണ്ട്. കാരണം വേടനിക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ്, വേടൻ യെസ് എന്ന് പറഞ്ഞാൽ ആ കൂടെ യെസ് പറയാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പറ്റം ജനത ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ വെടക്കാക്കി അവനെ സേവ് ചെയ്യുന്നതായി കാണിച്ച്, അവനെ ഹോണർ ചെയ്യുന്നതായി കാണിച്ച്, തങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാനായി അവനെ ഒരുക്കി എടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ട്. ആ ട്രാപ്പിൽ വേടൻ പോയി വീഴില്ല എന്ന് വേടൻ അതേ ഇടുക്കിയിൽ നടന്ന ആ ഫംഗ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് രാഷ്ട്രീയമില്ല, എനിക്കൊരു പക്ഷമേ ഉള്ളൂ, അത് ന്യായത്തിൻ്റെ പക്ഷമെന്ന്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദ സെയിം വേവ് ലെങ്ത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ആക്രമണം ഉണ്ടായിട്ടും എല്ലാ സവർണന്മാർക്കും മൂലത്തിൽ കുരു ഇളവി ആ കുരു പൊട്ടി ഒലിക്കുന്നത് വേടൻ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. വേടൻ പറയുന്നത് അത്തരത്തിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. പാലസ്തീനെ പറഞ്ഞത് നൊന്തുവെങ്കിൽ അവൻ പറഞ്ഞത് കറക്റ്റാണ്. ആ വിഭാഗത്തിലുള്ളവർക്ക് മനസ്സിലാകും ഏത് സാഹചര്യത്തിലാണ് അതിലേക്ക് പോയതെന്നുള്ള തിരിച്ചറിവുള്ളവർ ആ ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ വേണ്ടി ഇവർക്കൊപ്പം നിൽക്കുമെന്നുള്ള പൂർണ്ണ ബോധം കൊണ്ടാണ് അവർക്ക് സപ്പോർട്ടീവായത്. തൊടുന്നതിനും പിടിക്കുന്നതിനും ഇസ്ലാമിനെ ആക്രമിക്കുന്ന നിനക്ക് ഉള്ളിൽ ജാതി ബോധം ഉണ്ടോ ഇല്ലെന്ന് നീ കണ്ണാടി നോക്കിയാൽ മതി. മനസാക്ഷിയോടെ നീ പോയി കണ്ണാടി ഒന്ന് നോക്കടാ. അപ്പം നിനക്ക് മനസ്സിലാവും നിൻ്റെ ഉള്ളിൽ ആ പേയ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ആൻഡ് വൺ മോർ തിങ്, കാളി മീഡിയ എന്നാണ് പേര്. അപ്പോൾ എനിക്കതേ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ വേറൊരു പേരിടട്ടെ, ഐ വിൽ ഡു ദാറ്റ്. അത് ഒരു മതവിഭാഗത്തിനെ മോശപ്പെടുത്തിയെന്നോ അതൊന്നും പറയണ്ട. അങ്ങനെയാണെങ്കിൽ പിന്നെ തിരുവനന്തപുരം ഭാഷയിൽ കാളി എന്ന് പറയുന്നത് മറ്റൊരു മീനിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്കത് വേദനയായിട്ട് തോന്നുന്നില്ലേ? സോ വെറുതെ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ഇതിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഞാനൊരു കമ്മ്യൂണിറ്റിയുടെയും ദൈവങ്ങളെയോ ഒന്നിനെയും കളിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ്റെ പേരതാണ്, ഞാനതാണ് വിളിച്ചിട്ടുള്ളത്. വേടൻ എന്ന് പറയുന്നത് തന്നെ അതൊരു ടേമാണല്ലോ, അത് വിളിക്കുന്നില്ലേ? അത് അയാളുടെ പേരാണ്, എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. സോ ഈ വിഷയത്തിൽ കൂടുതൽ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. അനാവശ്യമായ ഇടപെടലുകൾ നടത്തുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.